ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്കിന്നിവിടെ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കേക്ക് ക്യാരറ്റ് കേക്കാണ്. അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം മിക്സിയിലിട്ട് പയ്യെ ഒന്ന് അടിച്ചാൽ മതി, ഒരുപാട് നേരം ഇട്ടടിക്കണ്ട. അപ്പം നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടെയാണിത്. ഇത് നമുക്ക് ഇനിയൊരു തവിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിയുമ്പം പിന്നെ വല്ലാതെ നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. അത് ബീറ്ററില്ലെങ്കിലും നമുക്ക് മിക്സിയിലിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയതിന് ശേഷം 3/4 കപ്പ് ഓയിലാണ് ഇവിടെ ഒഴിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതും കൂടി നമുക്ക് ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇട്ട് അടിക്കണ്ട, കാരണം നമ്മൾ ആദ്യമേ തന്നെ മുട്ടയും പഞ്ചസാരയും അടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇവിടെ ചേർത്തത്. അത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അതുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. 1, 2, 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് നമ്മുടെ മൈദയിൽ യോജിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇടഞ്ഞെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ടയും പഞ്ചസാരയും ഓയിലും ചേർത്ത മിശ്രിതമാണ്. അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. കുറേശ്ശെയായിട്ട് നമുക്കിട്ട് ഇതിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതായത് കട്ട ഒന്നും വരാൻ പാടില്ല. എല്ലാം നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വല്ലാതെ ഇട്ട് അടിച്ചെടുക്കണ്ട, ഒന്ന് ഇളക്കി തന്നെ എടുത്താൽ മതി. ബാക്കി നമ്മുടെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മിശ്രിതം എല്ലാം കൂടെ ഒന്ന് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ക്യാരറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഈ ചെറിയ ഇതിലിട്ടാണ്. വലുതും ചെറുതുമുണ്ട്, നമ്മൾ ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പം അത് ഒരു 4 ക്യാരറ്റാണിത്, 4 വലിയ ക്യാരറ്റാണിത്. ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ബാറ്ററിലൊന്ന് എല്ലാ ഭാഗത്തും അത് നന്നായിട്ട് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തവിയിട്ട് നമ്മൾ അടിച്ചെടുക്കണ്ട, ഒന്ന് ചെറിയതായിട്ടാണല്ലോ നമ്മൾ ഗ്രേറ്റ് ചെയ്തത്. അപ്പം നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയും തിക്കാണ് എന്ന് തോന്നിയാൽ അല്പം പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട. ഇത് 1/4 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 1/4 കപ്പ് പാൽ ഞാൻ ചേർക്കുന്നില്ല. നമ്മുടെ ഈ ബാറ്റർ ഒരുപാട് അങ്ങ് കട്ടിയാകാനും പാടില്ല, വല്ലാതെ ലൂസാകാനും പാടില്ല. അതിനനുസരിച്ചിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ബേക്ക് ചെയ്യാനുള്ള ടിൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഹാൻഡിൽ പോയ എൻ്റെ ഒരു പഴയ ചായപാത്രമാണ്. കഴിഞ്ഞ ദിവസം മാർബിൾ കേക്ക് ഉണ്ടാക്കിയത് ഞാൻ ഈ ബേക്കിംഗ് ടിന്നിലാണ്. ഇത് അല്പം വലിപ്പം കൂടുതലാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് ഞാനൊരു ചെറിയ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുഴുവൻ മിശ്രിതം ഒഴിക്കുന്നില്ല. ഇതിൻ്റെ പകുതി ഭാഗമേ ഒഴിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഏത് പാത്രം എടുക്കുന്നോ അതിൻ്റെ പകുതി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് കപ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റെ കുക്കറൊക്കെ ഇവിടെ ഞാനൊരു 10 മിനിറ്റായി ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അടിഭാഗത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാർബിൾ കേക്ക് ഉണ്ടാക്കിയപ്പം വിശദമായിട്ട് കാണിച്ചതാണല്ലോ. അതേപോലെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇറക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ കുക്കറിലേക്ക് ചെറിയ പാത്രമാണ് ഒന്നും കൂടെ എനിക്ക് ശരിക്കും ഇതിലിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇതിലേക്ക് ആക്കിയത്. മറ്റേ ബേക്കിംഗ് ടിന്ന് അല്പം വലുപ്പം കൂടുതലായിരുന്നു. അതിൽ ഇറക്കി വയ്ക്കാനും തിരിച്ചെടുക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാനിന്ന് ചെറിയൊരു പാത്രത്തിലാണ്
വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു 40 മിനിറ്റ് ഇത് വെച്ചിരിക്കണം. അപ്പം 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പിയിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം എന്താ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് വെന്തു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മളുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ അല്പനേരം നമുക്ക് വെച്ചിരിക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ടിന്നിൽ നിന്നും ഒന്ന് ഇളക്കിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. സൈഡിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ താഴെ അടിഭാഗത്ത് മാത്രമേ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓയിൽ ചേർത്തതിന് ശേഷം അല്പം മൈദപ്പൊടിയും കൂടെ തൂകി ആണ് എടുത്തത്. സൈഡിലൊന്നും ഞാൻ എണ്ണ തേച്ചില്ല. കാരണം സൈഡിൽ എണ്ണ തേക്കുമ്പോൾ ഒരു ഹാർഡായിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ദാണ്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കേക്ക് ചെറിയൊരു കേക്കാണ്. അത് നന്നായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക് ഉണ്ടാക്കാൻ. നമ്മൾ എത്ര വലിയ കേക്ക് ഉണ്ടാക്കണമെങ്കിലും ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഈ കേക്കിനെ കൂടുതൽ റിച്ചാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം പുരട്ടി കൊടുക്കുകയോ ഒരുപാട് നമുക്ക് അലങ്കാര പണികളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും ബേസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ നോക്കിയാൽ മാത്രം മതി. നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഇതാ മുറിച്ചെടുക്കുന്നത് കണ്ടില്ലേ. നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.